രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ബി ജെ പിക്കാരനാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു ബി ജെ പിക്കാരനല്ല താനും. വേറെ മറ്റാരുമല്ല, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ശ്രീജിത് പണിക്കരാണ് അതിഥിയായിട്ടിരിക്കുന്നത്. സ്വാഗതം. കറക്റ്റ് അല്ലേ ഇൻട്രോ? ബി ജെ പിക്കാരനാണോ? അല്ല, അത് ബി ജെ പിക്കാരനാണെങ്കിൽ ബി ജെ പിക്കാർ പറയണ്ടേ ബി ജെ പിക്കാരനാണെന്ന് പറയണ്ടേ? അതെ അതെ. കഴിഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നെ കോൺഗ്രസ്സുകാരനെന്ന് വിളിച്ചു. പിന്നെ ഞാനങ്ങനെ ബി ജെ പിക്കാരനാ? അത് ശരി. അങ്ങനെ അത് അഭിസംബോധന ചെയ്തിരുന്നു അങ്ങനെ കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ? അന്നുണ്ടായിരുന്ന അന്നത്തെ പ്രസിഡന്റിനോട് അടുപ്പമുള്ള നിരവധി ആൾക്കാർ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു. അത് ഞാനും നമ്മുടെ മാത്യു കുഴൽനാടനും കൂടെയുള്ള ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയെ കുറിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് മാത്യു കുഴൽനാടൻ കോൺഗ്രസ്, പണിക്കർ മൂത്ത കോൺഗ്രസ് എന്നാണ്. അപ്പൊ MLA ആയിട്ടുള്ള കോൺഗ്രസ് അംഗത്തുള്ള മാത്യു കുഴൽനാടനേക്കാൾ വലിയ കോൺഗ്രസ്സുകാരനാണ് ഞാനെന്ന് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു അഭിപ്രായം. കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കെ സുരേന്ദ്രനോട് ഒരു ഇന്റർവ്യൂ എടുത്ത് ചോദിച്ചു നോക്കും. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? സ്വന്തമായിട്ടൊരു അവലോകനം നടത്തിയോ? ഇല്ല, അതെനിക്കറിയില്ല. ഞാനിപ്പോ ഷിബിൻ ഇൻട്രോയിൽ പറഞ്ഞു വലതുപക്ഷ രാഷ്ട്രീയം. അതെ അതെ. എനിക്ക് അങ്ങനത്തെ ഒരു പക്ഷം ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ഷിബിന് വേണമെങ്കിൽ പറയാം, ആൾക്കാർക്ക് അങ്ങനെ ആരോപിക്കാം. പക്ഷെ ഞാനൊരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കും. ആ നിലപാട് വലതുപക്ഷക്കാരെടുത്താലും ഇടതുപക്ഷക്കാരെടുത്താലും എനിക്കതൊന്നു തന്നെയാണ്. ഉദാഹരണത്തിന് മാവോയിസ്റ്റ് ആൾക്കാരെ അമർച്ച ചെയ്യുന്നതിന്റെ ഒരു പരിപാടി കേന്ദ്ര സർക്കാരിനുണ്ട്. ഈ മാർച്ച് മാസത്തോടുകൂടി ഇന്ത്യ മാവോയിസ്റ്റ് വിമുക്തമാണ് എന്നൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പൊ പല എൻകൗണ്ടേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് പല ഓഫറുകൾ കൊടുത്ത് സറണ്ടർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ എന്ത് പറയാം, ഒരു വലതുപക്ഷ ആശയമാണ്. തീർച്ചയായിട്ടും എനിക്കതിനെ സപ്പോർട്ടാണ്. കാരണം നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമുക്കൊരു സർക്കാരിനെ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനാധിപത്യപരമായിട്ട് വേണം. ആയുധം എടുത്തിട്ട് നമുക്ക് ഒരു കാര്യമില്ല. ഇവിടെയോ നമ്മുടെ നാട്ടിലെ മാവോയിസ്റ്റുകളെ ഏത് സർക്കാരിന്റെ കാലത്താണ് വെടിവെച്ചത്? പിണറായി വിജയൻ ഭരിക്കുമ്പോഴോ? അപ്പൊ അത് വലതുപക്ഷമാണോ ഇടതുപക്ഷമാണോ? ഏത് പക്ഷമാണ്? ഞാൻ അതിനെയും സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ പിണറായി വിജയനെ ആ കാര്യത്തിൽ അനുകൂലിക്കുന്നതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് ആവുന്നില്ല. അമിത്ഷായെ മറ്റേ വിഷയത്തിൽ അംഗീകരിക്കുന്നതുകൊണ്ട് ഞാൻ റൈറ്റും ആവുന്നില്ല. എനിക്ക് ആരെടുത്തു കഴിഞ്ഞാലും ആ പോളിസിയാണ്. ആ പോളിസി എന്താ? നമ്മുടെ ഭരണഘടന, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, ആ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ പോവുക. അതിനെതിരെ നിൽക്കുന്ന ഏതിനെയും അമർച്ച ചെയ്യേണ്ടതാണെങ്കിൽ ബലം ഉപയോഗിക്കുക. അതിനാണല്ലോ നമുക്ക് സംവിധാനങ്ങളുള്ളത്. തീർച്ചയായിട്ടും. അതിനകത്ത് അങ്ങനത്തെ ഒരു പക്ഷം ഞാൻ കാണുന്നില്ല. അതിന് മറ്റവര് വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒരു ഇന്റർവ്യൂ വിളിച്ച് ചോദിക്കുക. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രധാനമായിട്ടും വലതുപക്ഷ നിരീക്ഷകൻ എന്നൊരു ലേബലാണ് സീതേട്ടന് ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അതിപ്പോ മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എല്ലായിടത്തും അതിനെ അംഗീകരിക്കുന്നത്. വലതുപക്ഷ നിരീക്ഷകനാണോ? അല്ല, അങ്ങനെ അവർ വെക്കാറില്ല. അല്ല, വലതുപക്ഷ നിരീക്ഷകൻ ആദ്യം വെച്ചിരുന്നു, മാറ്റി ശേഷം പിന്നീട് ആരും ഇത് വെക്കാറില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ അങ്ങനെ മാത്രമേ വെക്കാറുള്ളൂ, അല്ലാതെ അവർ വെക്കാറില്ല. കാരണം ഒരു പക്ഷം എന്ന് പറയുന്നത് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഷിബിന് വേണമെങ്കിൽ എന്നെ ആരോപിക്കാം, നിങ്ങൾ വലതുപക്ഷമാണ്. ഞാനിരിക്കുന്ന ഒരു ചർച്ചയിൽ വേണമെങ്കിൽ ഒരു ആങ്കറിന് അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഒരു പാനലിസ്റ്റിന് വേണമെങ്കിൽ ആരോപിക്കാം നിങ്ങൾ വലതുപക്ഷമാണ് എന്ന്. അപ്പൊ എനിക്ക് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഷിബിനോട് മറുപടി പറഞ്ഞതുപോലെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ റെസ്പോണ്ട് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ഞാൻ വന്നിരിക്കുന്ന സമയത്ത് തന്നെ വലതുപക്ഷ നിരീക്ഷകൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്കിൽ അത് ചാനലിന്റെ അഭിപ്രായമാണ്. അത് ഞാൻ അംഗീകരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനാണ്, പക്ഷം നിങ്ങൾ ആരോപിച്ചോളൂ, അതിന് ഞാൻ മറുപടി പറയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ തീവ്ര വലതുപക്ഷ നിരീക്ഷകൻ എഴുതി കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കേണ്ടി വരും. അതിന്റെ മറ്റന്നാൾ എനിക്ക് ഫാഷിസ്റ്റ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എതിർക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ആ കാറ്റഗറി സബ് കാറ്റഗറിയിലേക്ക് പോകാതെ ഇത് വെക്കുക, ബാക്കി നിങ്ങൾ ചർച്ചയിൽ പറയൂ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അതല്ലേ നന്ദി. അതാണ് അതിന്റെ ഒരു മാന്യമായ ഒരു വശം. അത് തന്നെയാണ്.